السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال: إذا كانوا ثلاث فلا يتناجى اثنان دون الثالث. رواه ബുഖാരി വമുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു മനുഷ്യന്റെ മാനസികവും അതോടൊപ്പം തന്നെ ആത്മീയവുമായ കാര്യങ്ങളെ പരിഗണിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. മറ്റൊരാൾ എന്തു വിചാരിക്കും, എങ്ങനെ ധരിക്കും, എന്താണ് ചിന്തിക്കുക എന്നൊക്കെ ഓരോ വ്യക്തിയും അപരനുമായുള്ള ഇടപാടുകളിൽ വളരെ കൃത്യവും സൂക്ഷ്മവുമായ നിലപാടുകൾ സ്വീകരിക്കണം. ഉദാഹരണമായി രഹസ്യം പറയുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 58-ാമത്തെ സൂറത്തു മുജാദലയിലെ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞു: ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ. തീർച്ചയായും രഹസ്യം എന്ന് പറയൽ അത് പൈശാചികമാണ്. ലിയഹ്സുനല്ലദീന ആമനു. വിശ്വാസികളുടെ മനസ്സിന് വ്യസനം ഉണ്ടാക്കാൻ അത് ഉപകരിക്കും. അപ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ, അയാളുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്നത് പോലും പരിഗണിച്ചുകൊണ്ട് ആ ഭാഗത്ത് നിലപാട് സ്വീകരിക്കേണ്ടത് എങ്ങനെയാകണം എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിലുള്ളത്. 3 ആളുകൾ മാത്രമുള്ളപ്പോൾ, ഇദാ കാനു സലാസ്, നിങ്ങൾ 3 പേരായിരുന്നാൽ, ഫലാ യതനാജ ഇസ്നാ ദൂന സാലിസ്, 2 പേർ മൂന്നാമനെ കൂടാതെ സ്വകാര്യം പറഞ്ഞുകൂടാ, രഹസ്യ സംസാരം നടത്തിക്കൂടാ. അത് മനപ്രയാസമുണ്ടാക്കും, ഒരുപക്ഷെ വിദ്വേഷമുണ്ടാക്കും, ബന്ധവിച്ഛേദനത്തിന് പോലും കാരണമായി തീരും. അയാൾ എന്താ പറഞ്ഞത്? അതെന്നെ പറ്റിയാണോ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റിയാണോ, എൻ്റെ മറ്റു ചില കാര്യങ്ങളെ പറ്റിയാണോ എന്നിങ്ങനെ ആലോചിച്ച് പ്രയാസപ്പെട്ട് ആ 2 പേരോട് പിന്നീട് ക്രമേണ അകൽച്ച ഉണ്ടാവാനുള്ള കാരണം ഉണ്ടായിത്തീരും. എന്നാൽ ഈ ഹദീസ് നിർദ്ധാരണം ചെയ്ത മുഹദ്ദിസുകളായ ആളുകൾ പറയുന്നു, 4-ൽ കൂടുതൽ ആൾക്കാരുണ്ട്, അങ്ങനെ 2 പേര് സംസാരിക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു നിയമം പാസ്സാക്കി ഇങ്ങനെ വിടുന്ന ഒരാളായിരുന്നു. പ്രാക്ടിക്കലാണ് അദ്ദേഹത്തിന്റെ റെമഡിക്കൽ ക്ലാസിന്റെ പ്രത്യേകത. അത് പ്രാക്ടിക്കലാണ്. ഏതൊരാളും റിസൾട്ട് അപ്പം കിട്ടും. ഒരു മനുഷ്യൻ വന്ന് നന്നാകണം, പലപ്പോഴും പറഞ്ഞതാ, വന്ന് നന്നാകാൻ ഉള്ളൊരു ശ്രമം നടത്തുകയാണ്. റസൂൽ, എനിക്ക് നന്നാകണം. എന്നിട്ട് ജോലി എന്താ? ഞാൻ കള്ളനാ. എങ്ങനെ എന്താവുക? കളവ് പറയാതിരുന്നാ മതി. പിന്നെ അയാൾ ജീവിതത്തിൽ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമുമ്പിൽ നിന്ന് കിട്ടിയ അധ്യാപനം ഏറ്റവും നല്ല രൂപത്തിലായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഹദീസ്. നിങ്ങൾ 3 പേരാകുമ്പോൾ 2 പേർ തമ്മിൽ പരസ്പരം രഹസ്യം പറയാൻ പാടില്ല. അത് മറ്റുള്ളവന് പ്രയാസമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തി ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലും നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവർ ആയതുകൊണ്ട് തന്നെ വാക്കും നാക്കും സൂക്ഷിക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധത നമുക്ക് ഓരോരുത്തരും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും അള്ളാഹു നമ്മുടെയും എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി തുടരാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന കലിമ സലീമായ ഹൃദയത്തോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.